ഹലോ. നമുക്ക് എന്നാ സ്റ്റാർട്ട് ചെയ്താലോ? അസ്സലാമു അലൈക്കും. ആരും ഒന്നും ഉണ്ടില്ല. അപ്പം നമ്മൾ സ്റ്റാർട്ട് ചെയ്യാല്ലേ? അപ്പം ഇന്ന് നമ്മളെ ആംഗ്രി ബേർഡിന്റെ ഫസ്റ്റ് ബാച്ച് ആണ്. അപ്പം ഇന്ന് നമുക്ക് ക്ലാസ് എടുക്കാന് വന്ന നമ്മളെ മൈൻഡ് ട്രെയിനറായ നമ്മളെ ജുനൈദ് സാറാണ്. അപ്പം എല്ലാരും ഈ ബാച്ചിലേക്ക് ഫസ്റ്റ് തന്നെ ഞാന് വെൽക്കം ചെയ്യാണ്. അപ്പൊ സാറെ ഞാന് വെൽക്കം ചെയ്യണേ. അപ്പൊ സാർ ഓക്കെ. അസ്സലാമു അലൈക്കും. എല്ലാരും ഇന്നത്തെ ഡേയില് ഔട്ട് പോകുന്നുണ്ട് പറഞ്ഞു, പോയിട്ടില്ലായിരുന്നു. അപ്പൊ പോയി വന്നതാ. മീൻസ് അവരെ കൂടെ പോയിട്ടില്ല, നമ്മൾ പകരം വീട്ടി ചെറുതായിട്ട് കാലിക്കറ്റ് പോയി. ബീച്ചിൽ പോയിണ്ടാവും. ബീച്ചിന്റെ മറ്റേ അങ്ങേ അറ്റത്തല്ലേ. ഓക്കെ. അപ്പോ ആംഗ്രി ബേർഡ് നമ്മളെ ഫസ്റ്റ് ബാച്ചാണ്. ABCD ഗെയിം കളിച്ചുകൊണ്ട് എങ്ങനെ നമുക്ക് ദേഷ്യം മാറ്റാം എന്നുള്ള ഒരു പുതിയ കൺസെപ്റ്റായിട്ട് നമ്മുടെ ടീം MJM കണ്ടക്ട് ചെയ്യുന്ന ഒരു പുതിയ പ്രോഗ്രാം ആംഗ്രി ബേർഡ്. അപ്പം അതിലേക്ക് ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ എന്ത് ചെയ്യണം, നിങ്ങളെല്ലാവരും ഞാൻ വെൽക്കം ചെയ്യാണ്. സി, ഇറ്റ്സ് എ ഡിഫറെൻറ്റ് ജേർണി. നോർമലി നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത, ഇതുവരെ പോയിട്ടില്ലാത്ത ഒരു ഡിഫറെൻറ്റ് ജേർണി. കാരണം ദേഷ്യം പിടിക്കുക എന്നുള്ളത് സ്വാഭാവികമായിട്ടും മനുഷ്യന് ജന്മനാ കിട്ടിയിട്ടുള്ള ഒരു കഴിവാണ്, അല്ലേ? നോർമലി എല്ലാവരും എന്ത് ചെയ്യും, ഒരു ചില സിറ്റുവേഷൻസിൽ അല്ലെ ചില സമയങ്ങളിൽ ഓട്ടോമാറ്റിക്കലി അത് ദേഷ്യം പിടിച്ചു പോകും. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് അറിയേണ്ടത്, ഇപ്പോഴത്തെ നമ്മളെ നിലവിലുള്ള ആംഗ്രി ബേർഡിലുള്ള ഈ ബേർഡ്സിൽ ആരൊക്കെ എത്രത്തോളം ദേഷ്യം പിടിക്കാറുണ്ട്, ഏതൊക്കെ രീതിയിലാണ് ആങ്കർ പോവാറുള്ളത്, ഇതിനെ കുറിച്ചിട്ടൊക്കെ ആദ്യം ഒന്ന് സംസാരിക്കാം. ഓക്കെ. അപ്പോൾ വൺ ബൈ വൺ ആയിട്ട് നിങ്ങളുടെ ദേഷ്യത്തെ കുറിച്ച് കേൾക്കട്ടെ. നോർമലി നിങ്ങൾ ഒരു വേ ഓഫ് ദേഷ്യം എങ്ങനെയാണ്? നോർമലി എല്ലാവരും ദേഷ്യം പിടിക്കുന്ന ഒരു ഏരിയയാണ് ഉമ്മ. അവിടെ നമുക്ക് എന്തും പറയാലോ, പ്രശ്നമല്ലല്ലോ. അപ്പൊ അങ്ങനത്തെ ദേഷ്യങ്ങളും നല്ല രസമുള്ള, കേൾക്കാൻ രസമുള്ള ദേഷ്യങ്ങൾ പോരട്ടെ. ആൻഡ് ഓൾസോ ഭയങ്കരമായിട്ട് പ്രശ്നം ഉണ്ടായിട്ടുള്ള ദേഷ്യങ്ങൾ, അങ്ങനെയൊക്കെ ഉണ്ടാവില്ല. വണ്ടി ഓടിക്കുന്ന സമയത്ത് ഞാൻ വിട്ടുകൊടുക്കൂല എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ദേഷ്യങ്ങളൊക്കെ. അപ്പം അങ്ങനെ നിങ്ങൾക്ക് നിങ്ങളെ ലൈഫിൽ ഉണ്ടായിട്ടുള്ള ഒരു വേ ഓഫ് ദേഷ്യം, അതിന്റെ ഒരു എക്സ്പീരിയൻസ് കാര്യങ്ങളൊക്കെ ഒന്ന് കേൾക്കട്ടെ ആദ്യം. അപ്പൊ ആദ്യം ആരാ പറയുന്നത്? ഞാൻ പറയാം. ഓക്കെ, ഗുഡ്. എനിക്ക് പൊതുവെ അങ്ങനെ ഓവർ ദേഷ്യം വരുന്ന ആളല്ല ഞാന്. ദേഷ്യം പിടിക്കുകയാണെങ്കിലും ഇമ്മനോട് അത് അത്ര സീരിയസ് ആയിട്ട് ഹൈപ്പായിട്ട് പോവില്ല. ഇങ്ങനെ എന്തെങ്കിലും പറഞ്ഞ് എന്റെ സൗണ്ട് കൂടിപ്പോ. അല്ലാണ്ട് ഞാൻ അങ്ങനെ ആരോട് ദേഷ്യം പിടിക്കലില്ല. സാധാരണ എന്റെ ഉപ്പക്കും ബ്രദറും രണ്ടാളും നല്ല ദേഷ്യമുള്ളവരാ. അതുകൊണ്ട് തന്നെ ഞാനും ഉമ്മയും അങ്ങനെ ദേഷ്യമില്ലാത്ത കൂട്ടത്തിൽ വിട്ടത്. അങ്ങനെ ഓരോ ദേഷ്യം പിടിക്കുന്ന ടൈപ്പല്ല. അത്ര തന്നെ. അങ്ങനെയായിട്ട് ഇപ്പൊ ഇമ്മ അതാണ് എന്റെ മെയിൻ ആയിട്ടുള്ള ദേഷ്യം വിളി. വേറെ അങ്ങനെ ഒന്നും ഉണ്ടാവില്ല. ഓക്കെ, ഗുഡ്.
ഈ ദേഷ്യത്തിനെ പറ്റി പറയുന്ന ഇപ്പം സോന പറഞ്ഞൊരു സംഗതി ഉണ്ട്. അതായത് ഉം, ഉപ്പയും ബ്രദർ നല്ല ദേഷ്യമാണ്, അതുകൊണ്ട് ഞാനും ഉമ്മയും എന്തില്ല ദേഷ്യമല്ല എന്ന് പറഞ്ഞു. അത് ഭയങ്കര ഒരു കണക്റ്റിംഗ് പോയിന്റ്. അപ്പൊ നമ്മൾ പറയുന്ന ഒരു സംഗതി ഉണ്ട്, ഡ്രിങ്ക് ചെയ്യുന്ന ഒരു ഫാദർ, വെള്ളമടിക്കുന്ന ഒരു അച്ഛൻ. ഓക്കെ, അതായത് കള്ള് കുടിക്കുന്ന ഒരു അച്ഛന്റെ മകന് രണ്ട് പോസിബിലിറ്റി ഉണ്ട്. ഒന്നെങ്കിൽ ആളെന്ത് ചെയ്യും, അച്ഛനെ കണ്ടിട്ട് വളർന്നിട്ട് കള്ളുകുടിയനാവും, അല്ലെങ്കിൽ എന്ത് ചെയ്യും, അച്ഛനെ പോലെ ആകരുത് എന്ന് വിചാരിച്ചിട്ട് എന്ത് ചെയ്യും, ആള് ഒരിക്കലും മദ്യം തൊടില്ല, അല്ലെങ്കിൽ മദ്യത്തിന് അത്രയും വെറുക്കും എന്നുള്ളതാണ്. അത് കംപ്ലീറ്റ്ലി എന്താണ്, നമ്മളെ ഇമോഷൻ ബേസ് ചെയ്തിട്ടുള്ള, അതും നമ്മളെ മൈൻഡായിട്ട് കണക്ട് ചെയ്തിട്ടുള്ളതാണ്. നമ്മൾ ഇമോഷണലി എങ്ങനെയാണ് ആളുമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്നത് അതിനനുസരിച്ചായിരിക്കും നമ്മളത് റിപ്ലിക്കേറ്റ് ചെയ്യുന്നുള്ളത്. അപ്പോൾ വീട്ടിൽ രണ്ടാൾക്കാർ നല്ല ദേഷ്യമുള്ള ആളുകളാണ്, അതുകൊണ്ട് ഞങ്ങൾ രണ്ടാൾക്കാരെ ദേഷ്യം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ദേഷ്യമില്ലാത്ത ആളുകൾ. ഓക്കെ, ഗുഡ്, വെരി നൈസ്, ഗുഡ്. ദെൻ വേറെ ആരാ? ആദ്യം ഹാദിയ പറയുന്ന വിചാരിച്ചിനെ, ആദ്യം ഹാദിയ, ബട്ട് സോനയാണ്. നെക്സ്റ്റ് ആരാ കേക്കട്ടെ? നെക്സ്റ്റ് ഞാൻ പറയുന്നു. ഓക്കെ. എനിക്ക് ഇങ്ങനെ ഒന്നുമല്ല, എനിക്ക് ദേഷ്യം വരും. ഉം. എനിക്ക് ഞാൻ എടുത്തുചാട്ടക്കാരാ. മീൻസ് ഓലെന്താ വിചാരിക്കാന്ന് എനിക്ക് ഞാൻ പറയാനുള്ള മീൻസ് എന്റെ ദേഷ്യം ഞാൻ പറഞ്ഞാ തീർക്കാം. ആരാ ഞാൻ നോക്കൂല, പിന്നെ അങ്ങനെ റിഗ്രറ്റ് അടിക്കുകയും ചെയ്യും. ഏറ്റവും എന്നാ ഒന്ന് ഉപ്പയും ഉമ്മയും, ഉപ്പനോട് അങ്ങനെയല്ല, ഉമ്മനോടും എന്റെ സിസ്റ്റേഴ്സിനോടും പിന്നെ സോനനോടേക്കും ഞാൻ ഏറ്റവും കൂടുതൽ ദേഷ്യം പിടിച്ചിരുന്നത്. പിന്നെ റിഗ്രറ്റ് അടിക്കുകയും ചെയ്യും. അതന്നെ. ഓക്കെ, ഗുഡ്. ഇപ്പൊ നമ്മൾ ആംഗ്രി ബേർഡിന്റെ ഒരു ഓറിയന്റേഷൻ സെഷനിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ത്, ആങ്കറിന്റെ കൂടെ വരുന്ന ഒരു കുടുംബക്കാരനാണ് ആര്, റിഗ്രറ്റ്. ആങ്കർ കഴിഞ്ഞ ഉടനെ തന്നെ ആള് കയറി വരും റിഗ്രറ്റ് എന്നുള്ളത്. ഓക്കെ, നമ്മൾ ഡിസ്കസ് ചെയ്യും റിഗ്രറ്റിനെ കുറിച്ചിട്ടൊക്കെ, ഇതിൽ നല്ല ഡീപ്പറായിട്ട് ഡിസ്കസ് ചെയ്യും. ഓക്കെ, ദെൻ അടുത്ത ആള്. ഞാനങ്ങനെ ദേഷ്യം പിടിക്കാറൊന്നുമില്ല എന്ന് ഞാൻ പറയുന്നില്ല. ഞാൻ 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 ദേഷ്യം പിടിക്കുക വെച്ചാൽ ഒരാളോട് നമ്മള് നല്ലോണം ബന്ധം ഉണ്ടാവില്ലേ, അങ്ങനെ മീൻസ് ഇമ്മച്ചിനോട് ഇപ്പച്ചിനോട് അങ്ങനൊക്കെ, അങ്ങനെ വെറുതെ ദേഷ്യം പിടിച്ചു അല്ലാണ്ട് അങ്ങനെ അങ്ങനെ ദേഷ്യം പിടിച്ചാൽ നമ്മളെ മൈൻഡിൽ ഉണ്ടാവില്ല. ഇങ്ങനെ ഓവറായിട്ട് ദേഷ്യം പിടിച്ച പോലെ മൈൻഡിൽ ഉണ്ടാവില്ലേ, അങ്ങനെ മൈൻഡിൽ ഇന്ത്യ ഇല്ല. ഇനി അഥവാ അപ്പൊ ഉണ്ടെങ്കിലും ഞാൻ മനസ്സിന്റെ ഉള്ളിൽ അങ്ങനെ അങ്ങനെ പിറുപിറുക്കൂലേ, അങ്ങനെ ഉണ്ടാവുള്ളൂ. അല്ലാണ്ട് പുറത്ത് ചില പാവായോണ്ട് പിന്നെ പ്രശ്നമില്ല. ഓക്കെ, സ്റ്റെക്ക് ആയിട്ടുണ്ട്. നെറ്റ് കഴിഞ്ഞിന്റെ ഓക്കെ ഓക്കെ, അപ്പം ഒരു വെറൈറ്റി വേ ഓഫ് ദേഷ്യം. സൂറന്റെ ഒരു ദേഷ്യം എന്ന് പറഞ്ഞാല്, ദേഷ്യം പിടിക്കും എന്നാൽ കംഫർട്ട് സോൺ. ഇപ്പം സൂറ പറഞ്ഞല്ലോ, നമ്മൾ കൂടുതലായിട്ട് അറിയുന്ന അല്ലെങ്കിൽ ക്ലോസ് ആയിട്ടുള്ള സർക്കിളിലാണ് എന്ത് ചെയ്യാറുള്ളത്, ദേഷ്യം പിടിക്കാറുള്ളത്. അതിനെ നമുക്ക് വേണമെങ്കിൽ നമ്മളെ കംഫർട്ട് സോൺ എന്ന് വേണമെങ്കിൽ പറയാം. ഓക്കെ, നമുക്ക് കംഫർട്ട് ആയിട്ടുള്ള, നമ്മൾ എത്ര ദേഷ്യം പിടിച്ചാലും നമ്മളെ വിട്ട് പോകില്ല എന്നൊക്കെ പറയുന്ന ആൾക്കാരില്ലേ, അങ്ങനത്തെ ആളുകളോട് നമ്മൾ നല്ലോണം ദേഷ്യം പിടിക്കും, അങ്ങനത്തെ ആളുകളെ നോക്കിയിട്ട്. അപ്പൊ അതിൽ പെട്ട ഒരാളാണ് അത് ഉമ്മ. ഇപ്പൊ സോന പറഞ്ഞ പോലെ അവസാനത്തെ വിളി ഉമ്മ, അത്ര വരെ എന്റെ വരുള്ളൂ എന്ന് പറഞ്ഞല്ലോ. അപ്പൊ ആ ഒരു ഉമ്മ എന്നുള്ള കൺസെപ്റ്റിൽ എല്ലാവർക്കും ഒരു കംഫർട്ട് സോൺ ആണ് പോയി ചീത്ത പറയുക അല്ലെങ്കിൽ നമ്മളെ ദേഷ്യം തീർക്കുക എന്നുള്ളത്. അങ്ങാടി തോറ്റതിന് അമ്മയോട് എന്നൊക്കെ പറയല്ലേ, അപ്പൊ അതേപോലെ അതൊരു കംഫർട്ട് സോൺ ആണ്. എനിവേ, ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ദേഷ്യംസ്. ഒന്ന് മെയിൻലി ഫാമിലിയിൽ നിന്നല്ല എല്ലാവരും ദേഷ്യം, പുറത്ത് അധികം പോയിട്ട് ദേഷ്യം പിടിക്കൂല. അതിലൊന്ന് ഞാൻ പറഞ്ഞല്ലോ, ഫാമിലി നമുക്കൊരു ഒരു കംഫർട്ട് സോൺ ആണ്. ഈ കംഫർട്ട് സോണിൽ നമ്മൾ ദേഷ്യം പിടിച്ചാൽ എന്താണ്, നമ്മൾ സേഫാന്ന് നമുക്കറിയാം. അതുകൊണ്ടാണ് പുറത്തു പോയി ദേഷ്യം പിടിച്ചാൽ, മറ്റുള്ള ആളുകളോട് ദേഷ്യം പിടിച്ചാൽ മേ ബി അവരെന്ത് ചെയ്യും, ഓവറായിട്ട് നമ്മൾ റിയാക്ട് ചെയ്യുക എന്നുള്ള ഒരു പേടിയും കൂടി നമുക്കുണ്ടാവും. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ദേഷ്യം പിടിക്കുന്ന കുറച്ച് കുറയും. സോ ആംഗ്രി ബേർഡ് എന്നുള്ളൊരു കോഴ്സിനെ പറ്റിയിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഈ ഒരു പ്രോഗ്രാമിനെ പറ്റി പറയുകയാണെങ്കിൽ,
സിംപ്ലി ദേഷ്യം ഇല്ലാതാക്കുക എന്നുള്ള ഒരു കൺസെപ്റ്റ് ഇതിലില്ല. ഫസ്റ്റ് ഓഫ് ഓൾ ഇതിൽ നിങ്ങൾ റിയലൈസ് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളാണ്. ദേഷ്യം ഇല്ലാതാക്കുക എന്ന് പറഞ്ഞൊരു സംഗതി ഇല്ല. ഓക്കെ, ബട്ട് നമ്മൾ ഇതിലൂടെ പ്രാക്ടീസ് ചെയ്യുന്നത്, ഇതിലൂടെ നമ്മൾ പഠിക്കുന്നതല്ല, നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഹൗ ടു മാനേജ് ആങ്കർ. ദേഷ്യം എങ്ങനെ മാനേജ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇപ്പം നമ്മൾ ഹാദിയ പറഞ്ഞു ഒറ്റയടിക്ക് ഞാൻ പൊട്ടിത്തെറിക്കും, ഒറ്റയടിക്ക് പൊട്ടിത്തെറിക്കും, പിന്നെ ഞാൻ എന്ത് ചെയ്യും, അതിൽ റിഗ്രറ്റ് ചെയ്യും. അപ്പൊ ഇങ്ങനെയുള്ള കേസുകൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എങ്ങനെ ആ പൊട്ടിത്തെറി ഒഴിവാക്കാൻ പറ്റും. എന്നിട്ട് അവിടെ ഒരു മൈൻഡ്ഫുൾ ആയിട്ട് ഒന്ന് ചിന്തിച്ചിട്ട് ഇവിടെ ഞാൻ ദേഷ്യം പിടിക്കണോ അല്ലെങ്കിൽ വേണ്ടേ, ദേഷ്യം പിടിച്ചാലുള്ള ഗുണങ്ങൾ, ദേഷ്യം പിടിച്ചില്ല ഗുണം, ഇത് നമ്മൾ ആ ഒരു അനലൈസ് ചെയ്യാനുള്ള ഒരു ടൈം നമുക്ക് കണ്ടെത്താൻ പറ്റും. അപ്പൊ ആ രീതിയിലേക്ക് നമ്മളെ മൈൻഡിനെ ട്രെയിൻ ചെയ്യിക്കുക എന്നുള്ളതാണ് എന്ത് ചെയ്യുന്നത്, ആംഗ്രി ബേർഡിൽ നമ്മൾ സിമ്പിൾ ആയിട്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ആൻഡ് ഓൾസോ ഞാൻ പറഞ്ഞു നമ്മളൊരു ഗെയിം എന്നുള്ള മോഡിലായിരിക്കും എന്ത് ഈ ഒരു ആംഗ്രി ബേർഡ് പോവുക. ഓക്കെ, ഗെയിമും അതുപോലെ തന്നെ കുറച്ച് അനലൈസും കാര്യങ്ങളും ഒക്കെ ചെയ്തിട്ട് നമ്മൾ ആങ്കർ നമ്മൾ തന്നെ അനലൈസ് ചെയ്യും, എത്ര ആങ്കർ ഉണ്ട് എങ്ങനെയുള്ളതെന്നൊക്കെ നമ്മൾ അനലൈസ് ചെയ്യും. ഓക്കെ, അപ്പൊ അത്ര കാര്യങ്ങളാണ് ഇതിന്റെ ഒരു ഇൻട്രോ എന്നുള്ള രീതിയിൽ പറയാനുള്ളത്. ഞാൻ എന്ത് ചെയ്യുന്നു, ജസ്റ്റ് ഒന്ന് സ്ലൈഡ് എടുക്കുന്നുണ്ട്. ഇന്ന് നമ്മൾ അധികം ഡിസ്കസ് ചെയ്യില്ല, ഒരു 10 മിനിറ്റും കൂടി ഒക്കെ ഡിസ്കസ് ചെയ്യുള്ളൂ, എന്നിട്ട് എന്ത് ചെയ്യും, നമ്മൾ വൈൻഡപ്പ് ചെയ്യും. ഓക്കെ, അപ്പോ ഞാൻ ഇതിന്റെ സ്ലൈഡ് ഒന്ന് എടുക്കുന്നുണ്ട്, 1 സെക്കൻഡ്. ഓക്കെ, സ്ലൈഡ് കാണാൻ പറ്റുന്നുണ്ടോ എല്ലാവർക്കും? യെസ്. Yes. അപ്പോൾ ആംഗ്രി ബേർഡ് കോഡ് ഫോർ എ ഡിസിപ്ലിൻ. ഡിസിപ്ലിൻ മീൻസ് നമ്മൾ ലൈഫിൽ കൊണ്ടുവരേണ്ട ഒരു ആങ്കർ ഡിസിപ്ലിൻ എന്താണെന്നുള്ളതാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ഒരു ABCD, ആങ്കറിന്റെ എയും ബേർഡിന്റെ ബിയും കോഡിന്റെ സിയും ഡിസിപ്ലിന്റെ സിയും ഡിയും വേർഡ് കൂട്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ABCD എന്നുള്ള ഒരു പാറ്റേണിൽ നമ്മൾ പോകുന്നത്. ആൻഡ് ഞാൻ പറഞ്ഞു ആങ്കർ എന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല, കൺട്രോൾ ചെയ്യാൻ കഴിയില്ല, അല്ലെങ്കിൽ കംപ്ലീറ്റ്ലി നമ്മുടെ ലൈഫിൽ നിന്ന് എടുത്ത് ഒഴിവാക്കാൻ കഴിയില്ല. പക്ഷെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു പീസ്ഫുൾ ആയിട്ടുള്ള ഒരു ലൈഫിലേക്ക്, സമാധാനപരമായിട്ട് കാര്യങ്ങളെ ഡീൽ ചെയ്യുന്ന രീതിയിലേക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മെല്ലെ മാറാൻ പറ്റും. അപ്പൊ അതിന് നമ്മളെ സഹായിക്കുന്ന കുറച്ച് കാര്യങ്ങളും കുറച്ച് ടേംസും കുറച്ച് കണ്ടീഷൻസും അതുപോലെ കുറച്ച് ടിപ്പും കുറച്ച് കാര്യങ്ങളും ഒക്കെ ആയിരിക്കും നമ്മൾ ഇതിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ഏരിയ വരുന്നത് സിമ്പിൾ ആയിട്ട് നമ്മൾ എല്ലാ കോഴ്സിലും, അതായത് ടീം MJM കണ്ടക്ട് ചെയ്യുന്ന എല്ലാ കോഴ്സിലും എല്ലാ ആ, കാര്യങ്ങളും നമ്മൾ പറയുന്നതാണ് ഈ 3 റൂൾസ്. ഇത് നമ്മൾ ഈ ഒരു കോഴ്സിൽ എന്താണ് നിർബന്ധമാണ്. ഓൾറെഡി നിങ്ങൾ ഡയമണ്ട് മൈൻഡ് അറ്റൻഡ് ചെയ്തുകൊണ്ട് നിങ്ങൾ ഈ ഒരു 3 റൂൾ നിങ്ങൾ കേട്ടിട്ടുണ്ട്. ആൻഡ് ഓൾസോ ഇത് നിങ്ങൾക്കൊരു ഒന്നും കൂടി ഒന്ന് റിമെമ്പർ ചെയ്യാം. ഓക്കെ, ഞാൻ ഈ ഒരു 3 സ്റ്റേറ്റിൽ തന്നെയാണ് ഉള്ളത്. ഒന്ന് ചൈൽഡ് ആയിട്ട് ഇരിക്കുക എന്നുള്ളതാണ്, ബി എ ചൈൽഡ്, ഞാനൊരു കുട്ടിയായിട്ട് തന്നെയാണോ ഇരിക്കുക എന്നുള്ളത് ഉറപ്പ് വരുത്തുക. സി, ഒരു കുട്ടിയായിട്ടാണോ നിങ്ങൾ ഇരിക്കുന്നത് എന്നുള്ളത് എന്ത് ചെയ്യുക, ഉറപ്പ് വരുത്തുക. അല്ലാന്നുണ്ടെങ്കിൽ ഒന്ന് ഒന്ന് റീതിങ്ക് ചെയ്യുക, ഞാനൊരു കുട്ടിയാണെന്നുള്ളൊരു തിങ്കിങ്ങിലേക്ക് എന്ത് ചെയ്യാം, എല്ലാം ഒന്ന് ടേൺ ചെയ്യാം. ദെൻ ബി എ ഹ്യൂമൻ, ഒരു ഹ്യൂമൻ ആയിട്ടാണ് ഇരിക്കുന്നത് എന്നുള്ളത് ഉറപ്പ് വരുത്തുക. ആൻഡ് ഒരു empty കപ്പാണെന്നുള്ളത് എന്ത് ചെയ്യുക, ഉറപ്പ് വരുത്തുക. ഇപ്പൊ നിങ്ങൾ ഇന്നത്തെ ഡേയിൽ ഒരുപാട് കാര്യങ്ങളിലൂടെ പോയിട്ടുണ്ടാവും. അപ്പൊ ഇന്നത്തെ ഡേയിൽ നിങ്ങൾ എവിടെയെങ്കിലും ഒക്കെ വെച്ചിട്ട് ഈ ഒരു 3 സംഗതികളിൽ മിസ്സായിട്ടുണ്ടെങ്കിൽ അതുമായിട്ട് എന്ത് ചെയ്യുക, ഒന്നുകൂടി റീ അലൈൻ ചെയ്യുക. ദെൻ നമ്മളെ ഇൻട്രൊഡക്ഷൻ എന്നുള്ള രീതിയിൽ നമ്മൾ പറയുന്ന ഒരു സംഗതിയാണ് പേഷ്യൻസ് വിൽ yield the ഫ്രൂട്ട്സ് ഓഫ് എ മട്ടൺ സൂപ്പ്. എല്ലാവരും കേട്ടിട്ടുള്ള സംഗതിയാണ്. ക്ഷമ എന്നുള്ളത് ആട്ടിൻ സൂപ്പിന്റെ ബലം ചെയ്യുന്നുള്ളത്. ഓക്കെ, എല്ലാവരും കേട്ടിട്ടുള്ള സംഗതിയാണ് ക്ഷമ എന്നുള്ളത് ആട്ടിൻ സൂപ്പിന്റെ ബലം ചെയ്യുന്നു. ഇങ്ങനെ ആട്ടിൻ സൂപ്പിന്റെ ബലം ചെയ്യുമെന്ന് പറഞ്ഞിട്ട് എന്തുകൊണ്ടായിരിക്കും നമുക്ക് ക്ഷമിക്കാൻ പറ്റാത്തത്? എന്തുകൊണ്ടായിരിക്കും നമ്മൾ അഗെയിൻ ദേഷ്യം പിടിച്ചു പോകുന്നത്? ഇവിടെയാണ് മെജോറിറ്റി ആളുകൾ എടുക്കുന്ന മോട്ടിവേഷനും അതുപോലെ തന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അത് ലൈഫിൽ യൂസ്ഫുൾ ആവാതെ പോകുന്നത്. ഈ ഒരു ആട്ടിൻ സൂപ്പിന്റെ ബലം ഉണ്ട് എന്ന് നമുക്ക് അറിയുന്ന സംഗതി നമുക്ക് ഉപയോഗിക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ വരുന്നതുകൊണ്ട്. ആൻഡ് സി, ഇവിടെ and ഇവിടെ എന്നെ കുറിച്ചുള്ള കുറച്ച് ഡീറ്റെയിൽസ് ഉണ്ട്. ഞാൻ ആരാണ്,
ഞാൻ എന്താണെന്നുള്ളതൊക്കെ. ആൻഡ് ഐ തിങ്ക് നിങ്ങൾ എല്ലാവർക്കും ഇത് അറിയാം, അതുകൊണ്ട് ഇത് ഞാൻ എന്ത് ചെയ്യുന്നില്ല, എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. ആങ്കറിനെ നമ്മൾ മറ്റൊരു രീതിയിലൊന്ന് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഏനെ നമുക്ക് എന്ത് പറയാം, ചില കാര്യങ്ങൾ നമ്മളെ എന്താ പറയാ ഔട്ട് ഓഫ് കൺട്രോളിലായിരിക്കും. അത് നമ്മൾ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റണം. ചില കാര്യങ്ങൾ നമ്മളെ കൺട്രോളിലായിരിക്കണം, എല്ലാം നമ്മളെ കൺട്രോളിലായിരിക്കണമെന്നില്ല. ചിലത് ഔട്ട് ഓഫ് കൺട്രോളിലായിരിക്കും. അത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം, നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റണം എന്നുള്ളതാണ്. ആൻഡ് ഓൾസോ ആ ഒരു കാംനെസ്സിലേക്ക് നമുക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റണം. അതിനെ നമുക്ക് എ എന്ന് വേണമെങ്കിൽ റെപ്രസെന്റ് ചെയ്യാം. ദെൻ ആങ്കറിൽ വരുന്ന മറ്റൊന്നാണ് എൻ, അതായത് നെഗറ്റീവ് ആയിട്ടുള്ള ഇമോഷൻസ്, തോട്ട്സ്, ട്രോമാസ്. ഇത് മൂന്ന് നമ്മൾ എന്ത് ചെയ്യും, ട്രിഗർ ചെയ്യും. ഇപ്പം ട്രിഗേഴ്സിനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ട്രോമാസ് ആണ് ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. ട്രോമാസ് മീൻസ് നമുക്ക് പാസ്റ്റിൽ ഉണ്ടായിട്ടുള്ള എക്സ്പീരിയൻസ്. ഇപ്പോൾ ഹാദിയ പറഞ്ഞു ഞാൻ ഏറ്റവും കൂടുതൽ ദേഷ്യം പിടിച്ചത് വീട്ടുകാർ കഴിഞ്ഞാൽ പിന്നെ സോനോടായിരിക്കും, അല്ലേ, പറഞ്ഞില്ലേ? അപ്പോൾ സി സോനയായിട്ട് എന്തെങ്കിലും ഒരു ട്രോമ വന്നിട്ട്, അതായത് ഫിസിക്കലി അല്ല മെന്റലി എന്തെങ്കിലും ഒരു ട്രോമ വന്നിട്ടുണ്ടെങ്കിൽ, ഒരു മുറിവ് മാനസികമായിട്ട് സോനന്റെ അടുത്ത് നിന്ന് കിട്ടിയിട്ടുണ്ടെങ്കിൽ അഗെയിൻ നമ്മൾ എന്ത് ചെയ്യും, ദേഷ്യം പിടിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ നമുക്ക് ക്ലിയർ ചെയ്യേണ്ട ഒന്ന് ആ ട്രോമാസ് ആയിരിക്കും മേ ബി. ദെൻ ഈ ഒരു ആങ്കറിന് നമുക്ക് വേണ്ടി ഒരു സംഗതി എന്താണെന്ന് വെച്ചാൽ ഈ ഗ്രോത്ത് മൈൻഡ് സെറ്റ് എന്നുള്ളതാണ്. ഗ്രോത്ത് മൈൻഡ് സെറ്റ് മീൻസ് ലൈഫിൽ എന്തെങ്കിലുമൊക്കെ കൂടുതൽ കാര്യങ്ങൾ ചെയ്യാനുണ്ട്, ഇനി ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട് എന്നുള്ളൊരു ഗ്രോത്ത് മൈൻഡ് സെറ്റ് നമുക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ വെറുതെ നമ്മൾ ഈ വണ്ടി മരിയെന്നൊക്കെ പറയുന്ന പോലെ ചെറിയ ചെറിയ പൊട്ടലും ചീറ്റലൊന്നായിട്ട് നമ്മൾ അതിന്റെ പിന്നാലെ പോകില്ല. വി നീഡ് എ ഗ്രോത്ത് മൈൻഡ് സെറ്റ്. ആൻഡ് ഈ റെപ്രസെന്റ് ചെയ്യുന്നത് ഒന്ന് എസ്കേപ്പ് ചെയ്യാണ് നമ്മൾ. ഓക്കെ, എസ്കേപ്പ് ചെയ്യാൻ മീൻസ് ചിലതായിട്ട് നമ്മൾ പറഞ്ഞു പിടിച്ച് നിൽക്കാൻ പറ്റില്ല, നമ്മൾ പൊട്ടിത്തെറിക്കും. ഓക്കെ, അല്ലെങ്കിൽ അവരെന്തെങ്കിലും നമ്മൾ എക്സാക്റ്റ് ആയിട്ട് നമ്മൾ ചെയ്തിട്ടുള്ള ഒരു കുറ്റത്തിന് അവർ പറയുകയാണെങ്കിൽ, അല്ലെങ്കിൽ നമുക്ക് അവിടെ സംസാരിച്ച് പിടിച്ച് നിൽക്കാൻ പറ്റില്ല എന്ന് നമ്മൾ എന്ത് ചെയ്യും, അതിൽ നിന്ന് എസ്കേപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് പൊട്ടിത്തെറിക്കും. ആൻഡ് ഓൾസോ എനർജി എന്നുള്ളൊരു ഒരു പോയിന്റും കൂടി ഈരുണ്ട്. എന്താണെന്ന് വെച്ചാൽ നമ്മളെ എനർജി വല്ലാതെ ഡൗൺ ആവും. നമ്മൾ ആങ്കറിന്റെ ടൈമിൽ നമ്മൾ എനർജി നല്ലപോലെ, ആങ്കർ കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യും, നല്ലപോലെ എനർജി ഡൗൺ ആണെന്നുള്ളതാണ്. പിന്നെ ഒന്ന് റിഫ്ലക്റ്റ്, അതുപോലെ തന്നെ അതിൽ വരുന്ന റിഗ്രറ്റ്. ഇതാണ് എന്ത് ആങ്കറിൽ നമ്മളൊന്ന് എഗെയിൻ ഒന്ന് മാറ്റി നമ്മളൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാനെന്നുണ്ടെങ്കിൽ. ആങ്കർ ഇതിനെ പറ്റിയിട്ട് ഏറ്റവും ആദ്യം നമ്മളോട് പറയാനുള്ളത്, ആങ്കർ ഇറ്റ് ഈസ് എ നാച്ചുറൽ ഇമോഷൻ. അതൊരു നാച്ചുറൽ ആയിട്ടുള്ള ന്യൂട്രൽ ആയിട്ടുള്ള ഒരു ഇമോഷൻ ആണ്. എല്ലാവർക്കും ഉണ്ടാകുന്ന ഇമോഷൻ ആണുള്ളത്. എന്ത് ചെയ്യണം, ഫസ്റ്റ് നമ്മൾ അണ്ടർസ്റ്റാൻഡ് ചെയ്യണം. ഓക്കെ, ദേഷ്യം ഇപ്പം നമ്മളെ സംബന്ധിച്ച് ഇപ്പൊ ഈ ഒരു ബാച്ചിലുള്ള ആളുകൾ എനിക്ക് തോന്നുന്നു അധികം ആങ്കർ ഇതാക്കുന്ന ആളുകളല്ല എന്നുള്ളത്. ബട്ട് ഇപ്പൊ പാരന്റ്സിലൊക്കെ വന്നിട്ട് കുട്ടികളോട് അമിതമായിട്ട് കുട്ടികളെ തല്ലുന്ന ആളുകൾ, അല്ലെങ്കിൽ ബോസിനോടും ഓഫീസിലുള്ള ആളുകളോടും അമിതമായിട്ട് ദേഷ്യം പിടിക്കുന്നത്, സാധനം പൊട്ടിക്കുന്നത്, ഇങ്ങനെ ഒരുപാട് വേ ഓഫ് ആങ്കർ ഉണ്ട്. ആങ്കറിന്റെ എക്സ്ട്രീം വേർഷൻ ഒക്കെ ഉണ്ട്. അപ്പൊ ഇതൊക്കെ വരുന്ന ആളുകൾക്കുള്ള ഒരു ഏരിയയാണ് ഇത് എന്ന് പറഞ്ഞാൽ, അതായത് ഇറ്റ്സ് എ നാച്ചുറൽ ഇമോഷൻ. അത് നമ്മൾ അക്സെപ്റ്റ് ചെയ്യും. എല്ലാവർക്കും ദേഷ്യം ഉണ്ടാവും. നാച്ചുറലി എല്ലാവർക്കും എന്തുണ്ടാവും, ഈ ഒരു ദേഷ്യം എന്നുള്ള കൺസെപ്റ്റ് കാര്യങ്ങൾ ഉണ്ടാവുന്നതാണ്. അപ്പം അത് നമുക്ക് ആദ്യം അക്സെപ്റ്റ് ചെയ്യാൻ പറ്റണം. കാരണം ഞാനൊരു ദേഷ്യക്കാരനാണ്, ഞാനൊരു ദേഷ്യക്കാരനാണ്, ഞാനൊരു ദേഷ്യക്കാരനാണ് എന്നുള്ള ആ ഒരു മന്ത്രം ഇടയ്ക്കിടയ്ക്ക് ചൊല്ലുന്ന ആളുകളാണ് മെജോറിറ്റി ദേഷ്യമുള്ള ആളുകൾ. ഞാൻ പെട്ടെന്ന് പൊട്ടിത്തെറിക്കും, അല്ലെങ്കിൽ ഞാൻ പെട്ടെന്ന് റിയാക്ട് ചെയ്യും, ഞാൻ എല്ലാ കാര്യത്തിനും റിയാക്ട് ചെയ്യും. ഇങ്ങനെ ഒരു വേ ഓഫ് ടോക്ക്, വേ ഓഫ് സംസാരം തന്നെ എന്ത് ചെയ്തിട്ടുണ്ടാവും, അവരൊരു ഹാബിറ്റ് ആക്കി കൊണ്ട് നടക്കുന്നുണ്ടാവും. ഇതാണ് ഫസ്റ്റ് നമ്മൾ ഒഴിവാക്കേണ്ട ഒരു സംഗതി എന്ന് പറഞ്ഞാൽ, നമ്മൾ നമ്മളെ സെൽഫിനോട് പറയുന്ന ആ ഒരു നെഗറ്റീവ് ആയിട്ടുള്ള കമാൻഡ്. സിമ്പിളി ഞാനൊരു ദേഷ്യക്കാരനാണ്, അല്ലെങ്കിൽ ഞാൻ പെട്ടെന്ന് പൊട്ടിത്തെറിക്കും തുടങ്ങിയിട്ടുള്ള ഇങ്ങനത്തെ കമാൻഡൊക്കെ എന്ത് ചെയ്യുന്നത് നമ്മൾ മാക്സിമം നമുക്ക് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് പറ്റണം എന്നുള്ളതാണ്. ദെൻ വരുന്നത് ഇതിന്റെ ട്രിഗേഴ്സിനെ കുറിച്ചിട്ടാണ്. ഓക്കെ, ഇതിന്റെ ട്രിഗേഴ്സ് എന്ന് പറഞ്ഞാൽ, ഇതിന്റെ ട്രിഗേഴ്സ് എന്താണ്? ഇപ്പൊ ഞാൻ നമ്മളൊരു മുമ്പ് കഴിഞ്ഞ ഒരു സെഷനിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഹാദിയന്റെ തലയ്ക്ക് ഞാനൊരു കസാര വെച്ച് അടിച്ചാന്ന് പറഞ്ഞിട്ടൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവിടെ ട്രിഗർ ആയിട്ട് വരുന്നത് എന്താണ്? ചെയറാണ്. അപ്പൊ ഇതുപോലെ ആങ്കറിന് ഒരു ട്രിഗർ ഉണ്ടാവും. ഓക്കെ, ഈ ആങ്കറിനുള്ള ട്രിഗറിനെ കുറിച്ചാണ് എന്ത് ചെയ്യുക, നമ്മൾ നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യുക. സോ തൽക്കാലം ഒരു ഇൻട്രോ എന്നുള്ള രീതിയിൽ നമുക്ക് ഇത്ര മതി. ദാറ്റ്സ് ഇനഫ്. ഇപ്പൊ സിമ്പിൾ ആയിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ, ആങ്കറിനെ ഫസ്റ്റ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് അതിന്റെ ട്രിഗേഴ്സിനെ കുറിച്ചിട്ടായിരിക്കും. ഏത് സമയത്താണ് നമ്മൾ പൊട്ടിത്തെറിക്കുന്നത്? എല്ലാ സമയത്തും എല്ലാവരോടും നമ്മൾ പൊട്ടിത്തെറിക്കുക. ഇപ്പം ഇവിടെ നിങ്ങൾ സംസാരിച്ച സമയത്ത് തന്നെ മെജോറിറ്റി ആളുകളും പറഞ്ഞത് ഒന്ന് ഫാമിലിയിലാണ് പറഞ്ഞത്. അത് നമുക്കൊരു കംഫർട്ട് സോണാണ്. പക്ഷെ ഫാമിലിയിൽ തന്നെ ചില സ്പെസിഫിക് ആയിട്ടുള്ള സമയത്തായിരിക്കും നമ്മൾ പൊട്ടിത്തെറിക്കുക. ചിലപ്പോൾ നമ്മൾ അങ്ങോട്ട് പറയണത് ഉമ്മ കേൾക്കുന്നുണ്ടാവില്ല, ഉമ്മ ഇങ്ങോട്ട് ഇങ്ങനെ പറഞ്ഞു കൊടുക്കും. ഓക്കെ,
അല്ലെങ്കിൽ നമ്മൾ പറയുന്ന സംഗതി അവർക്ക് അക്സെപ്റ്റ് ചെയ്യാൻ കഴിയില്ല. നമുക്കത് അവരുടെ ഉള്ളിൽ ഇംപ്ലിമെന്റ് ചെയ്യേണ്ടി വരും. നമ്മൾ എങ്ങനെ കാമായിട്ട് പറഞ്ഞു കേൾക്കും, അപ്പൊ നമ്മൾ പൊട്ടിത്തെറിച്ച് ഭയങ്കര ലൗഡറായിട്ട് സംസാരിക്കും. ആൻഡ് ഓൾസോ ചില വേ ഓഫ് എന്താ പറയുക ട്രിഗേഴ്സ് ഉണ്ടാവും. ഓക്കെ, ചില കാര്യങ്ങൾ കാണുമ്പോഴേക്കും നമുക്ക് ഒരു പൊട്ടിത്തെറിച്ച് ഇപ്പൊ വീട്ടില് അനിയത്തികളോ അല്ലെങ്കിൽ ബാക്കിയുള്ള ആളുകളൊക്കെ ഉള്ളതിന്റെ അനുഭവം ഉണ്ടാവും. പോലെ ചില പരിപാടി നമുക്ക് പറ്റൂല, ചില പരിപാടികൾ. ഓക്കെ, അതിങ്ങനെ കാണുമ്പോൾ നമുക്കൊരു ദേഷ്യം കൂടി വരും. എന്നിട്ട് നമ്മൾ പോയി രണ്ടെണ്ണം പൊട്ടിക്കും. ഓക്കെ, ഇങ്ങനെ ഉണ്ടാവാറുണ്ട്. അപ്പോ ഇതിനെ കുറിച്ചിട്ട് നമുക്കൊന്ന് ഡീപ്പറായിട്ട് പഠിക്കണം. എന്തൊക്കെയാണ് ഈ ട്രിഗേഴ്സ്? കാരണം ഈ ട്രിഗേഴ്സ് അറിഞ്ഞിട്ട് ഈ ട്രിഗേഴ്സ് ഒഴിവാക്കിയാൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ദേഷ്യം ഒഴിവാക്കുക, ദേഷ്യം നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റുള്ളൂ. ഈ ട്രിഗർ വരുന്ന സമയത്ത് നമുക്ക് ഇത് മാനേജ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം, ഈ ട്രിഗേഴ്സിനെ കുറിച്ചിട്ട് അറിയണം, അല്ലെങ്കിൽ ട്രിഗേഴ്സിനെ കുറിച്ചിട്ട് പഠിക്കണം. അപ്പോൾ നെക്സ്റ്റ് സെഷൻ, ഇന്നത്തെ സെഷൻ ഏകദേശം ഒരു 30 മിനിറ്റ്സ് എന്നുള്ളതാണ് ഞാൻ ഉദ്ദേശിച്ചത്. നെക്സ്റ്റ് സെഷൻ നമ്മൾ എന്ത് ചെയ്യും, ട്രിഗേഴ്സിനെ കുറിച്ചിട്ട് ഒരു 10 ട്രിഗേഴ്സിനെ കുറിച്ചിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യും. 10 ട്രിഗേഴ്സ് എന്താണെന്നുള്ളതും അതുപോലെ തന്നെ ഈ ട്രിഗേഴ്സിൽ ഏതൊക്കെയാണ് നമുക്ക് വരുന്നത് എന്നുള്ളതും നമ്മൾ ട്രിഗേഴ്സ് എന്നുള്ളതൊക്കെ നമ്മൾ ജസ്റ്റ് ഒന്ന് നോട്ടീസ് ചെയ്യും. എന്നിട്ട് അതിന്റെ ബാക്കി എന്നുള്ള രീതിയിൽ പിന്നെ ചെറിയ ഒന്ന് രണ്ട് നമ്മളെ മൈൻഡും ഈ ഒരു ആങ്കറും തമ്മിലുള്ള ഒന്ന് രണ്ട് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് പിന്നെ എന്ത് ചെയ്യും, നമ്മൾ നേരെ ഗെയിമിലേക്ക് പോകും. ആകെ 3 ഡേയ്സ് സെഷനാണ്. ഇന്നത്തത് 1 ഡേ കഴിഞ്ഞു. നെക്സ്റ്റ് ആൻഡ് ദ തേർഡ് ഡേ നമ്മൾ എന്ത് ചെയ്യും, ഗെയിം സ്റ്റാർട്ട് ചെയ്യും. ഓക്കെ, ഡൺ, ക്ലിയർ? ഓക്കെ, അപ്പൊ ഇത്ര ഓക്കെ. കാര്യങ്ങളാണ് ഫസ്റ്റ് ഡേയിൽ പറയാനുള്ളത്. ആൻഡ് ഞാൻ 30 മിനിറ്റ്സ് വിചാരിച്ചുള്ളൂ. ഒന്ന് ഓൾറെഡി ഒരു സെഷൻ ഉണ്ടേനി. സോ നല്ല ടയർഡാണ്, സൗണ്ട് നല്ലോണം പോയിട്ടുണ്ട്. ആൻഡ് വേറെ എന്തെങ്കിലും ഡിസ്കസ് ചെയ്യാനുണ്ടോ? ഓക്കെ, ഗുഡ്. എങ്ങനെ ഉണ്ടായിരുന്നു നിങ്ങൾ ഇന്നത്തെ കാലിക്കറ്റ് ട്രിപ്പ്? അടിപൊളിയാണ്. എന്താ നിങ്ങൾ എന്താ ഒരു കൊണ്ടുപോവാഞ്ഞ്? വെറും മസനഗുഡി വഴി ഊട്ടി പോയല്ലോ. അങ്ങോട്ടൊന്നും ഞങ്ങളെ വിടൂല, ഗേൾസിനെ വിടൂല. അത് ശരി. ഓല് വയനാട് അല്ലാതെ പ്ലാൻ ചെയ്തിരുന്നത്? വയനാടൊന്നും ഗേൾസ് ഇല്ല. അപ്പൊ കോഴിക്കോട്ക്കാക്കി, കോഴിക്കോട് ഓല് വരില്ല പറഞ്ഞു. ഉം. ഞങ്ങൾ രണ്ടു വയ്ക്ക് പോയി. അടിച്ച് പിരിച്ചു പോയില്ലേ? അതെ, അടിച്ചു പിരിച്ചു. ഓക്കെ ഓക്കെ. നിങ്ങൾ എത്ര ആൾക്കാരുണ്ടായിരുന്നു? 8 ആൾക്കാരുണ്ടായിരുന്നു? 6 ആൾ. 6 ആൾ. നിങ്ങൾ എൻജോയ് ചെയ്തില്ലേ? ഓ ഓ. അങ്ങനെ ഓൾക്ക് എന്താ ലൈസൻസ് കിട്ടിയിട്ടുണ്ടാവില്ല, നിങ്ങൾക്ക് കിട്ടിയിരുന്നോ? ആ, അത് മതി. അതെന്താ ആടുന്ന് ഊട്ടിന്ന് ചോക്ലേറ്റ് കൊണ്ടൊക്കെ വരുന്നുണ്ടെന്നാ പറഞ്ഞു. നിങ്ങൾക്ക് എന്തേലും പറഞ്ഞ് പിടിച്ച് കൈസൊക്കെ പറഞ്ഞിട്ട്. ഓക്കെ, അപ്പൊ കാശ്മീർ എങ്ങനെ പോവാൻ വിചാരിച്ച ആദ്യം? അതെ, അങ്ങനെ ഒരു ചോദ്യം. അല്ല, വയനാടിക്ക് പെർമിഷൻ കിട്ടാത്തത്, അല്ലെങ്കിൽ നമുക്ക് ഇപ്പൊ ഊട്ടിക്ക് പെർമിഷൻ കിട്ടാത്ത നമുക്ക് എങ്ങനെ കാശ്മീർ പെർമിഷൻ കിട്ടുക? അതൊരു ചോദ്യമാണല്ലോ. അതിന് ഇത് നിങ്ങളെ കൂടല്ലേ, മറ്റേ ചെക്കന്മാരെ കൂടല്ലേ, അങ്ങനെയുണ്ടല്ലോ. ഓക്കെ, സി ആരെ കൂടാണേലും മൈൻഡ് പവർ ഒന്ന് യൂസ് ചെയ്ത് നോക്കുക. മീൻസ് ഞാൻ പറഞ്ഞ സ്ക്രിപ്റ്റ് റൈറ്റിംഗ് ഇല്ലേ, ഓക്കെ, അതൊന്ന് യൂസ് ചെയ്ത് നോക്കുക. ഭയങ്കര ഇമ്പാക്ട് ഉണ്ടാക്കും, കാശ്മീർ ആയാലും ഊട്ടി ആയാലും ഒക്കെ. ഓക്കെ, ആൻഡ് കാശ്മീർ ഇൻഷാല്ല നമ്മൾ പോണം. ഈ സമ്മർ എങ്ങനെയാന്ന് അറിയില്ല, ബട്ട് ഡെഫിനറ്റ്ലി ഈ ഒരു ഇയർ. ഇപ്പൊ ഗൈഡ് പറഞ്ഞിട്ടുള്ള ഒരു സംഗതി എന്താ വെച്ചാൽ, ഇപ്പൊ ഇന്ന് ഞങ്ങൾക്ക് കോച്ചസ് മാനിഫെസ്റ്റോ ഉണ്ടായിരുന്നു. മോർണിംഗ് ഞാൻ ഇതിലധികം നേരെ ഇരുന്നിട്ടില്ലായിരുന്നു. നമ്മൾ മോർണിംഗ് ആരും മീറ്റിങ്ങിന് കണ്ടിട്ടില്ല. മോർണിംഗ് മീറ്റിംഗ് ആ ഒരു 6 o'clock തന്നെ മസ്റ്റ് ആയിട്ട് കയറും കേട്ടോ എല്ലാവരും, 6 മണിക്ക്. അപ്പൊ ഇന്ന് ഞാൻ 6 മണിക്ക് എന്റെ മീറ്റിംഗ് ഉണ്ടായിരുന്നു ഗൈഡായിട്ട്. അപ്പൊ ഗൈഡായിട്ടുള്ള മീറ്റിംഗിൽ ഗൈഡ് പറഞ്ഞത് എന്താ വെച്ചാൽ, 2025 എന്നുള്ളത് ഹൈ പൊട്ടൻഷ്യൽ ഇയർ ആയിട്ടാണ് കാണുന്നത്. ഹൈ പൊട്ടൻഷ്യൽ, അതായത് നമ്മൾ എന്ത് ഇൻവെസ്റ്റ് ചെയ്താലും അതിന്റെ മൾട്ടിപ്പിൾ നമുക്ക് റിട്ടേൺസ് ഉണ്ടാവും. മൾട്ടിപ്പിൾ, നമ്മളൊരു 50,000 രൂപ ഇൻവെസ്റ്റ് ചെയ്യാൻ 1 ലക്ഷം എന്നുള്ള രീതിയിൽ. അപ്പൊ നമ്മൾ എത്രയാണ് നമ്മൾ ടൈം ഇൻവെസ്റ്റ് ചെയ്യുന്നത് അതിനെ മൾട്ടിപ്പിൾ ചെയ്തുകൊണ്ടുള്ള റിട്ടേൺസ് നമുക്ക് ഉണ്ടാവുന്ന ഒരു ഹൈ പൊട്ടൻഷ്യൽ ഇയർ ആയിട്ട് അതിന് കാണുന്നത്. ആൻഡ് ഓൾസോ നമ്മളൊരു കാര്യങ്ങളും നമ്മുടെ സർവീസും കാര്യങ്ങളൊക്കെ ഒരുപാട് ആളുകൾക്ക് ആവശ്യമുള്ള ഒരു സമയം കൂടിയാണ് 2025. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ മാക്സിമം പൊട്ടൻഷ്യൽ ആയിട്ട് നിൽക്കേണ്ട ആവശ്യമുണ്ട്. ആൻഡ് ടൂൾസ് കണ്ടിന്യൂ ചെയ്ത് പോകാൻ ബുദ്ധിമുട്ടുണ്ടോ? ഡിസ്കണ്ടിന്യൂ ആവുന്നുണ്ടോ? എവിടെയാണ് ഡിസ്കണ്ടിന്യൂ ആവുന്നത് നിങ്ങൾക്ക്? നിങ്ങൾ എങ്ങനെ പാറ്റേൺ എങ്ങനെ സെറ്റ് ചെയ്തത് ചെയ്യാൻ വേണ്ടിയിട്ട്?
രാവിലെ മെഡിറ്റേഷൻ ചെയ്യും, ഉം, ചിലപ്പോ ടൈം ഉണ്ട് അപ്പോ അഫർമേഷൻ കേൾക്കും. ഉം, പിന്നെ രാത്രിയാണ് ചെയ്ത് ജേണലൊക്കെ. ഉം. ഇപ്പൊ നമ്മൾ മോർണിംഗ് ഒരു ഹാഫ് ആൻ അവർ ഒക്കെ ആണെങ്കിൽ 20 മിനിറ്റ് മെഡിറ്റേഷൻ പിന്നെ ഒരു 10 മിനിറ്റ്സ് ജേർണലിംഗ് കംപ്ലീറ്റ് ആക്കി കൂടെ ഹാഫ് ആൻ അവറിൽ. പക്ഷെ രാത്രി എഴുതണല്ലോ ഒന്നുകൂടി ഒരു ഇത്. നോർമലി ഗ്രാറ്റിറ്റ്യൂഡ് മോർണിംഗും ഫോക്കിനെസ് രാത്രിയാണ് പറയുന്നത്. പക്ഷെ നിങ്ങൾക്ക് കംഫർട്ട് രാത്രിയാണ് രണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്താൽ കുഴപ്പമില്ല. അല്ല പിന്നെ ഇന്ന് എനിക്ക് രാവിലെ എടുക്കാനില്ല. അപ്പൊ നാളെ ആരാ ചെയ്യേണ്ടി? ഞാൻ എന്നെ ആക്ക? അല്ല, നാളത്തെ ആരാ നമ്മൾ നോർമലി ലിസ്റ്റ് ഇട്ടത് ആരാ നാളെ? നാളെ ഞാൻ ആ, അപ്പൊ നാളെ സൂറ ചെയ്യട്ടെ. ആൻഡ് ഓൾസോ നിങ്ങൾ ആരെങ്കിലും മീറ്റിംഗ് ഇതാക്കുന്നതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? നിങ്ങൾ ആരെങ്കിലും ഒരാൾ എന്ത് ചെയ്യണം? അതിന് ബദൽ ഏൽപ്പിക്കണം കേട്ടോ. ആരെങ്കിലും ഒരാളെ കണക്ട് ചെയ്തിട്ട് അങ്ങോട്ടോ ഇങ്ങോട്ടോ പറഞ്ഞിട്ട് ഒരാളെ അവർ മാനേജ് ചെയ്യുന്ന രീതിയിൽ ഒന്ന് ഇൻഫോം ചെയ്തിട്ടാൽ മതി. ആ ഓക്കെ. പറഞ്ഞു. അപ്പൊ മോറോവർ ഇൻട്രോ പറഞ്ഞ് തുടങ്ങിയിട്ടുള്ള രണ്ടാൾക്കാരാണ്. ആദ്യ പറഞ്ഞ സൂറ പറഞ്ഞു, ഇപ്പൊ സോനെ പറയാനുള്ളത്. പിന്നെ സോന പറയുന്നുള്ളതിൽ എനിക്ക് കൺഫ്യൂഷൻ ഇല്ല, ഓൾറെഡി പറയും. അപ്പം ഈ ഒരു ഇൻട്രോ പറഞ്ഞ് തന്നെ നമ്മൾ ഈ ഒരു വേ ഇങ്ങനെ ഇങ്ങനെ പോകുന്നുണ്ടല്ലോ. പിന്നെ മെല്ലെ 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 ആ ഒരു ഇൻട്രോ പറഞ്ഞ് പിന്നെ നമുക്കൊരു ടോപ്പിക് എടുത്തിട്ട് സംസാരിക്കുന്ന രീതിയിലേക്ക് മെല്ലെ മെല്ലെ മാറണം. അപ്പൊ ഇപ്പൊ നമുക്ക് ഇൻട്രോ മതി. ഇൻട്രോ തന്നെ നല്ല അടിപൊളിയായിട്ട് പോകുന്നുണ്ട്. ഞാൻ അതിൽ മെല്ലെ മെല്ലെ മുന്നോട്ട് പോട്ടെ. ഓക്കെ. അപ്പൊ അത്ര കാര്യങ്ങളുള്ളത്. എനിവേ എന്ത് ചെയ്യാം, ബാക്കി കാര്യങ്ങൾ നാളെ മോർണിംഗ് 6 മണിക്ക് എന്ത് ചെയ്യാം നമുക്ക് ഡിസ്കസ് ചെയ്യാം ഇൻഷാല്ലാ. അപ്പം എല്ലാവരും എന്ത് ചെയ്യാം, ഫുഡൊക്കെ കഴിച്ചിട്ട് മാക്സിമം പെട്ടെന്ന് തന്നെ കിടക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ടൂൾസ് കാര്യങ്ങൾ ചെയ്തിട്ട് അപ്ലോഡ് ചെയ്യാൻ. ഓൾസോ എനിക്ക് നിങ്ങളെ സ്റ്റോറീസ് കിട്ടുന്നില്ല. ആ നിങ്ങളോടാണ്. അതിനും കൂടി കൂട്ടിയിട്ട് നിങ്ങൾ മോർണിംഗ് ഒരു 1 അവർ മാറ്റിവെക്കാൻ പറ്റുകയാണെങ്കിൽ ഗുഡ്. മോർണിംഗ് ഒരു 1 അവർ മസ്റ്റ് ആയിട്ട് സെൽഫിന് വേണ്ടി മാറ്റിവെക്കണം. അത് ചെയ്യേണ്ടതാണ്. നമ്മൾ നോക്കും, ഞാൻ അതിന് വേറൊരു ഇത് ഇങ്ങനെ കത്തുന്നുണ്ട്. പറ്റുകയാണെങ്കിൽ ഞാൻ അത് ഇംപ്ലിമെന്റ് ചെയ്യും. അപ്പോൾ നിങ്ങൾ ഈ ഒരു ടൂൾസിന്റെ കൺസിസ്റ്റൻസി നിങ്ങൾക്ക് കീപ്പ് ചെയ്യാൻ പറ്റും. ഓക്കെ. ഇപ്പൊ മോർണിംഗ് ഒരു 1 അവർ, നൈറ്റ് ഒരു 30 മിനിറ്റ്സ്. ഈ ഒരു സമയം ഒരു 9 മണി മുതൽ 9:30 വരെ എന്നുള്ള ടൈം ഏതെങ്കിലും ഒരു ടൈം ചൂസ് ചെയ്തിട്ട് അതുകൂടി നമ്മൾ ഇങ്ങനെ മീറ്റിംഗിൽ ഇങ്ങനെ സൂമിൽ മീറ്റ് ചെയ്തിട്ട് തന്നെ എന്ത് ചെയ്യും, മെഡിറ്റേഷനും ജേർണലിംഗും എന്നുള്ള ഒരു കൺസെപ്റ്റ് വെക്കും. മീൻസ് നിങ്ങൾക്ക് ഫോളോ ചെയ്ത് പോകാൻ ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു സംഗതി ഉണ്ടാകുമ്പോൾ എന്തായാലും നമ്മൾ ഫോളോ ചെയ്ത് പോകും. ഓക്കെ. കാരണം 100 ഡേയ്സ് നിങ്ങൾക്ക് മസ്റ്റ് ആണ്. കാരണം 100 ഡേയ്സിൽ ആ ട്രാൻസ്ഫോർമേഷൻ കംപ്ലീറ്റ്ലി നമുക്ക് നടക്കുള്ളൂ. ഓക്കെ. ആ കംപ്ലീറ്റ് ആയിട്ട് ട്രാൻസ്ഫോർമേഷൻ നടക്കണേ 100 ഡേയ്സ് നിർബന്ധം മസ്റ്റ്. അപ്പൊ അതിൽ നോ കോംപ്രമൈസ്. ഓക്കെ. ആൻഡ് ഓൾസോ നിങ്ങളെ വോയിസും കാര്യങ്ങളും എനിക്ക് കിട്ടാം. ഞാൻ കമ്പൽസറി ആക്കാത്ത എന്തുകൊണ്ടാ വെച്ചാൽ അതിന്റെ പാറ്റേൺക്ക് ഞാനത് സ്കെഡ്യൂൾ ചെയ്യാത്തതുകൊണ്ടാണ്. നമ്മൾ ഒരു പ്രൊഫഷണൽ വൈസിൽ നമ്മളൊരു കോച്ചിങ് എന്നുള്ള രീതിക്ക് നിങ്ങൾക്ക് മാറണ്ടേ. മീൻസ് സെഷൻ എടുക്കുന്ന പോലെ ഒരാൾ ഇപ്പം നിന്റെ അടുത്ത് രാവിലെ ഒരാൾ കൗൺസിലിങ്ങിന് വന്നു, ഒരു കുട്ടി 7ാം ക്ലാസ്സിലുള്ള ഒരു കുട്ടി കൗൺസിലിംഗ്. അപ്പം അതുപോലെ ഇപ്പൊ നിങ്ങൾ ഒരാൾ കണക്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്കും അവർക്ക് വേണ്ടി കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ പറ്റണം. ഒബ്വിയസ്ലി പറഞ്ഞു കൊടുക്കാൻ പറ്റണം. അവർക്ക് വേണ്ട പരിഹാരങ്ങളും അവർ മെന്റലി ഫേസ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അത് പരിഹാരം പറഞ്ഞു കൊടുക്കാൻ പറ്റണം. അപ്പൊ ആ രീതിയിലേക്ക് നമുക്ക് വളരുന്നുണ്ടെങ്കിൽ അത് നമ്മൾ എന്ത് ചെയ്യണം, സെൽഫിനെ ഡെവലപ്പ് ചെയ്യണം. അപ്പൊ അതിന് കൂടി വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വോയിസും ആൻഡ് ഓൾസോ വീഡിയോ ഞാനിപ്പം കമ്പൽസറി ആക്കാതെ. നിങ്ങൾ ഫസ്റ്റ് വീഡിയോ എടുക്കുന്ന സമയത്ത് ആ ഒരു സ്ട്രഗ്ലിങ്ങും കാര്യങ്ങളും ഞാൻ കണ്ടുകൊണ്ടാണ് അത്ര കമ്പൽസറി ആയിട്ട് ഇപ്പൊ പറയാത്തത്. ഇപ്പൊ ഇൻഷാ അല്ലാ അതും എന്ത് ചെയ്യണം, കണ്ടിന്യൂ ചെയ്തു പോകണം. അതിപ്പോ വേണ്ട, നമുക്ക് എന്ത് ചെയ്യാം, മെല്ലെ മെല്ലെ ചെയ്തു വരാം. ഞാൻ അതിന് മൊത്തമായിട്ടൊരു പ്ലാൻ സെറ്റ് ചെയ്തുകൊണ്ട് നിൽക്കുന്നുണ്ട്. ഓക്കെ. ആ പ്ലാനിങ് കംപ്ലീറ്റ് ആയാലും എന്ത് ചെയ്യും, ഞാൻ നിങ്ങളായിട്ട് ഡിസ്കസ് ചെയ്യും. അപ്പൊ അത്രേ ഉള്ളൂ. സൂറ ഇങ്ങനെ കയറി ഇറങ്ങി കളിക്കുന്നുണ്ട്. നിങ്ങളൊന്ന് സൂറനോടൊന്ന് പറഞ്ഞാൽ മതി ബാക്കിയുള്ള കാര്യങ്ങൾ. ഓക്കെ. നെറ്റ് കഴിഞ്ഞിട്ടുണ്ടാവും എന്തേക്കും. ഓക്കെ. അപ്പൊ അത്രേ ഉള്ളൂ. ഇൻഷാ അല്ലാ എന്ത് ചെയ്യാം, നാളെ മോർണിംഗ് 6 മണി. ഓക്കെ. അപ്പം 6 മണിക്ക് മീറ്റ് ചെയ്യും. ശരി, അസ്സലാമു അലൈക്കും. 6 മണിക്കാ?